إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. സ്നേഹാദരണീയരായ വിശ്വാസിനി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ അവൻ തൗഫീഖ് നൽകുമാറാവും. 2-3 മാസം മുൻപ് വലിയ സന്തോഷവും പ്രതീക്ഷകളും നോമ്പ് വരാനുണ്ട്, റമദാൻ അടുത്തേക്ക് വരികയാണ്, വന്ന് 6ാമത്തെ ദിവസം കഴിയാൻ വേണ്ടി പോവുക. ശക്തമായ അതിവേഗതയിലുള്ള ഭൂമിയുടെ കറക്കം, അന്ത്യനാളിനോടടുക്കുമ്പോഴുള്ള കാലത്തിൻ്റെ അടുപ്പം, ഒട്ടും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ രാപ്പകലുകൾ ഒന്നൊന്നായി ഒഴിഞ്ഞു പോകുന്ന ഈ സന്ദർഭം, അടുത്ത ഒരാഴ്ച കഴിഞ്ഞ് ഓർമ്മപ്പെടുത്തേണ്ട ഇപ്പോൾ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയേക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു വിചാരണ 2 ആഴ്ച കഴിഞ്ഞാൽ ചിലപ്പം വിചാരണക്കൊന്നും പിന്നെ സമയം കിട്ടിക്കോളാം. തിരിഞ്ഞു അപ്പുറവും ഇപ്പുറവും തിരിയുമ്പോഴേക്ക് റമദാൻ അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. കേവലം ഒരു 6 ദിവസം പിന്നിടുമ്പോഴേക്ക് സ്വന്തത്തോട് താൻ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഈ സന്ദർഭത്തിൽ. ഒന്ന്, ഞാൻ ഒരു യഥാർത്ഥ നോമ്പുകാരനായിട്ടുണ്ടോ? ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇദാ സുംത ഫൽയസും സംഉക വബസറുക വലിസാനുക അനിൽ കദിബി വൽ മഹാരിം. നീ നോമ്പുകാരനാണെങ്കിൽ നിന്റെ കണ്ണിനും നിന്റെ കാതിനും നിന്റെ നാവിനും നോമ്പുണ്ടായിരിക്കണം. കളവുകളിൽ നിന്ന്, മഹാരിമകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടത്. നിന്റെ അയൽപക്കക്കാരൻ നിന്നിൽ നിന്ന് ആക്രമിക്കപ്പെടരുത്.
വല്യകുൻ അലൈക വഖാറും വസകീന. നീ ഒരു നോമ്പുകാരനാണെങ്കിൽ നിന്റെ നോമ്പിന്റെ ആ ഒരു ദിവസം സകീനത്തുൻ യൗമ സിയാമിക്, ഒരു ഗാംഭീര്യം, ഞാൻ നോമ്പിലാണ്, ഒരു ശാന്തത, നോമ്പിന്റേതായ ഒരു വിനയം, നോമ്പിന്റേതായ ഒരു പവർ, ഇത് നിന്റെ നോമ്പിൽ പ്രകടമാകണം. നീ നോമ്പുള്ളവനും നോമ്പില്ലാത്തവനും ആയിരിക്കുന്ന 2 ദിവസവും ഒരുപോലെ ആകരുതെന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. ഒരു 6 ദിവസം ശഅബാൻ മാസം 29-ാം തീയതി ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണോ ഇപ്പോഴുള്ളത്? അല്ല, എനിക്ക് ചില മാറ്റങ്ങൾ, പ്രകടമായ ചില മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെന്ന ഒരു തോന്നൽ. ഞാൻ നോമ്പിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അടുത്തിരിക്കുന്ന വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കുടിക്കല്ലടാ, നോമ്പില്ലേ എന്ന് ഒരുത്തൻ ഓർമ്മപ്പെടുത്തുമ്പോൾ മറ്റൊരുത്തൻ ഓർമ്മപ്പെടുത്തുമ്പോ ഉള്ള ഒരു നോമ്പിലാണോ ഞാൻ ഉള്ളത്? ചറപറേ നിയന്ത്രണമില്ലാതെ സംസാരിച്ചുകൊണ്ട് ഒന്ന് നിർത്തണോ, നോമ്പല്ലേ എന്ന് മറ്റൊരുത്തൻ ഓർമ്മപ്പെടുത്തുമ്പോൾ മാത്രമേ എന്റെ നാവിന് നിയന്ത്രണം വരുത്താൻ സാധിക്കുന്നുള്ളൂ. എവിടെയാണ് നിൽക്കുന്നത്? മഹാരിമകളിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ. അതാണ് നോമ്പെന്ന് പറയുന്നത്. അതിന് തയ്യാറില്ലാത്ത വെറുതെ പട്ടിണി കിടക്കണ്ടെന്ന് നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുണ്ട്. ഏതാ മഹാരിമ്? അന്വേഷിച്ചിട്ടുണ്ടോ? ഇസ്ലാമിലെ മഹാരിമുകൾ ഏതൊക്കെയാ? അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ, ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടത്. നമുക്ക് കൊല്ലും സവാൽ, നമുക്കൊന്നും എല്ലാവരും പോലെയാണ്. തിന്മകളെല്ലാം നന്മകളായി മാറിയ കാലഘട്ടം, താൻ ചെയ്യുന്ന തിന്മകളൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന, ന്യായീകരിക്കുന്ന കാലഘട്ടം. അവിടെയാണ് നമ്മൾ ഉള്ളത്. എന്നിൽ മഹാരിമുണ്ടോ പരിശോധിക്കാൻ 6 ദിവസത്തിലൊരു ദിവസം ഒരു അരമണിക്കൂർ സ്വസ്ഥമായിരുന്നു. ഇസ്ലാമിൽ അള്ളാഹ് പഠിപ്പിച്ച ഹറാമാക്കപ്പെട്ട കാര്യങ്ങൾ, നരകത്തിൽ എത്തിപ്പെടാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ പഠിപ്പിക്കപ്പെട്ടത് ഏതൊക്കെ? നമ്മൾ മനസ്സിലാക്കി വെച്ച കുറെ തിന്മകളുണ്ട്. കൊലപാതകം, ഞാൻ എന്റെ ജീവിതത്തിൽ ആരും കൊന്നിട്ടില്ല. മദ്യപാനം, ഇല്ല, ഇന്നേവരെ കുടിച്ചിട്ടില്ല. വ്യഭിചാരം, ആ വഴിക്കൊന്നും ഇതേവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ക്ലോസ് ആണ്. പിന്നെ ഒന്നിനും ഞാൻ ഭാഗമാക്കായിട്ടില്ല എന്ന്. പള്ളിയിലേക്ക് ഇങ്ങനെ വൈകി വരുന്ന ആളുകൾ ഒരു മഹാ തെറ്റാ. എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? തിരുത്താൻ, ഒരു തവണ ഒന്ന് തിരുത്താനുള്ള ശ്രമം, പരിശുദ്ധ റമദാനിന്റെ ദിവസങ്ങളിലെങ്കിലും ഒന്ന് തിരുത്താൻ, ഈ റമദാൻ കൊണ്ട് തിരുത്താൻ, ഈ റമദാൻ കൊണ്ട് മാറാൻ സാധിച്ചിട്ടുണ്ടോ? അതിലേക്കൊരു ഗൗരവം കൊടുത്തിട്ടുണ്ടോ? വസ്ത്രം നിര്യാണിക്ക് താഴെ ഇറങ്ങുക, അത് ഹറാമായി ഇസ്ലാമിൽ. ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം പച്ചയായ ഹറാമ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന പ്രവർത്തനം നമ്മൾ ഗൗനിച്ചിട്ടുണ്ടോ? നമുക്ക് കൊലപാതകം മാത്രമേ ഹറാമുള്ളൂ. ഇസ്ലാമിലെ മദ്യപാനം വലിയ വൻപാപങ്ങളായി, കബായിറുകളായി എണ്ണിപ്പിടിപ്പിച്ച കുറെ കാര്യങ്ങൾ. അതിന്റെ അപ്പുറത്തേക്കുള്ളതിനെ എല്ലാം നിസ്സാരവൽക്കരിക്കുന്നു. പള്ളിയിലേക്ക് കയറി വരുന്നു. ആ കയറി വരുമ്പോൾ പാലിക്കപ്പെടേണ്ട മര്യാദകൾ, ഉളു എടുക്കുന്നിടത്ത്, നമസ്കരിക്കുന്നിടത്ത്, സുന്നത്ത് നമസ്കരിക്കുന്നിടത്ത്, പള്ളിയുടെ മര്യാദ, എവിടെയെങ്കിലും ഒക്കെ ഒരു തിരുത്തലിന് ഈ റമദാൻ നിമിത്തമായിട്ടുണ്ട് സഹോദരൻ. താടി പൂർണ്ണമായി വടിച്ചു നീക്കൽ പച്ചയായ ഹറാമ. വലിയ തെറ്റായ സന്ദേശം സമൂഹത്തിന് കൈമാറുന്നു. ഈ മിമ്പറിൽ നിന്ന് 100-ലധികം തവണ ആവർത്തിച്ചു പറഞ്ഞു. എത്രയോ തവണ കഴിഞ്ഞ ഒരു 5 വർഷം 3-4 മാസങ്ങളായി മിമ്പറിന്റെ മുകളിൽ, ഈ മിമ്പറിന്റെ എത്ര തവണ ആവർത്തിച്ചു? ആരോടാ പറയും? മനുഷ്യന്മാരോടാ സംസാരിക്കുന്നത്. യാ അയ്യുഹന്നാസ് പറഞ്ഞ തുടങ്ങല്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഹുതുബ തുടങ്ങല്. നമ്മളോട് സംസാരിക്കുക. അള്ളാഹുവിന്റെ സംസാരമാണ്. അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ കേൾപ്പിക്കപ്പെടുന്നു. ഒരു മാറ്റത്തില്ല. എന്ത് നേടി എന്നുള്ളത്, 6 ദിവസം കൊണ്ട് താൻ എന്ത് നേടി, ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യം. ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അവനവനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇന്നൊരു ഫാഷനായി മാറിയിട്ടുണ്ട്. മുടിയും താടിയും ഇങ്ങനെ കളർ കൊടുത്ത് കറുപ്പിക്കണം. അത്ര വലിയ കടുപ്പുള്ള ഹറാമാണ്. എന്നിട്ട് സുബഹിസ്കരിക്കാൻ ഹറാമ് ചെയ്യുക. ഹറാമിന്റെ വിധി എന്താണ് സഹോദരൻ? പഠിച്ചതല്ലേ?
മഹാരിമുകളിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ. അങ്ങനെ ആയിരിക്കണം നോമ്പ്. ചീത്ത വാക്കുകൾ, ചീത്ത പ്രവർത്തനങ്ങൾ, ഈ ചീത്ത പ്രവർത്തനത്തിൽ പെട്ടതാണ് ഈ പണി. അതൊന്നും ഉപേക്ഷിക്കാൻ തയ്യാറില്ലാത്തവൻ പട്ടിണി കിടക്കണ്ട എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. നോമ്പിന്റെ ലക്ഷ്യത്തെ തിരിച്ചറിയുകയും വൈകിയിട്ടില്ല. അടുത്ത ആഴ്ച ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ 2 ആഴ്ച വൈകും. പിന്നെ ചിലപ്പോൾ മുമ്പിൽ പർച്ചേസും പെരുന്നാളും തിരക്കും ഓട്ടം പാച്ചിലും ഒക്കെ കയറ്റി ചിലപ്പം സമയം കിട്ടിക്കോളും. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒന്നങ്ങോട്ട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ. ഒന്നാമതായി നാം നമ്മെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് നോമ്പിന്റെ ലക്ഷ്യം നേടുന്ന പ്രവർത്തനങ്ങളായി പഠിപ്പിക്കപ്പെട്ട തിന്മകളിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ. ആ വിട്ടുനിൽക്കലിൽ എത്രത്തോളം എന്നിൽ മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന ഗൗരവകരമായ ഒരു ചിന്ത അത് നടത്തേണ്ട സമയമാണ്. സമയം ഒട്ടും വൈകിപ്പോയിട്ടില്ല. തിരുത്താൻ സന്നദ്ധതയുണ്ടെങ്കിൽ, ജീവിതത്തിന് മാറ്റം വരുത്താൻ സന്നദ്ധതയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് 24 ദിവസങ്ങൾ കൂടി മുൻപിലുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നമ്മെ വിലയിരുത്തേണ്ടത്. നാം ഒരുപാട് നന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. 5 നോമ്പ് പൂർത്തിയായി. 6ാമത്തെ നോമ്പിൽ 6-7 തറാവീഹ് നമസ്കാരങ്ങൾ, 6 നമസ്കാരങ്ങൾ നിർവഹിച്ചു. വിശുദ്ധ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്തു. സദഖകൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ളുഹറിനും അസറിനും മഗ്രിബിനും. താൻ ചെയ്യുന്ന നന്മകളെ തന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള, തന്റെ കർമ്മങ്ങളെ തടയപ്പെടാനുള്ള എന്തെങ്കിലും കാരണങ്ങളുടെ കൂട്ടത്തിൽ ഞാനുണ്ടോ? തിന്മ ഒഴിവായി ജീവിച്ചാൽ മാത്രം പോരാ, ചെയ്യുന്ന നന്മ റബ്ബ് ഖബൂൽ ചെയ്യുകയും. എന്താ അതിനുള്ള തടസ്സം? എന്താ? ശിർക്ക് അതിനൊരു വലിയ തടസ്സം. എന്താ ശിർക്ക്? എന്താ? ഒന്ന് പഠിക്കണം. ഈ മിമ്പറിന്റെ മുകളിൽ നീ 15 മിനിറ്റ് കൊണ്ട് തൗഹീദും ശിർക്കും വേർതിരിച്ച് പഠിപ്പിച്ചു തരാൻ. ഏതൊക്കെയാ ശിർക്കിന്റെ ഉപവിഭാഗങ്ങൾ, ഏതൊക്കെ കർമ്മങ്ങൾ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഏലസ് കെട്ടിയവൻ ശിർക്ക് ചെയ്തു. മൻ അല്ലക തമീമൻ വഹുവ അശ്റക. തപ്പിയോക്കുക അരയില്, കയ്യുമ്മേ കാലുമ്മേ, ഭാര്യന്റെ അരയില്, മക്കളുടെ, തപ്പാൻ പറ്റുന്ന കുടുംബത്തിലുള്ള ജ്യേഷ്ഠന്റെ അനുജന്റെയും ഒക്കെ ഒന്ന് തപ്പിയോ. ശിർക്കിൽ നിന്ന് എത്രമാത്രം മുക്തമായിരുന്നു. ഹറാമ് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള വലിയ തടസ്സം. ഹറാമ് തിന്നൽ എത്രമാത്രമുള്ള ഒരു സാമ്പത്തിക വിശുദ്ധി ജീവിതത്തിൽ നേടാൻ സാധിച്ചു. പൂർണ്ണമായും ഞാൻ ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോകുന്നത്, എന്റെ ഭക്ഷണം, എന്റെ മുടി, എന്റെ വസ്ത്രം, എന്റെ പാർപ്പിടം, എന്റെ വാഹനം, എന്റെ മക്കൾ തിന്നുന്നത്, എന്റെ മക്കളുടെ പഠനമൊക്കെ ഹറാമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഉറപ്പുണ്ടാവും. ഉറപ്പില്ലെങ്കിൽ അത് മാറ്റാൻ ഈ 6 ദിവസം കൊണ്ട് എന്ത് പരിശ്രമമാണ് നടത്തിയത്? പലിശയുമായി എവിടെയെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ വരുന്ന എന്ത് പ്രയാസമുണ്ടോ അത് മുഴുവൻ ഞാൻ സഹിക്കാൻ തയ്യാറാണ് എന്ന ഒരു ചിന്തയോടുകൂടി അവസാനിപ്പിക്കാൻ. ബാങ്കിൽ 10 ലക്ഷം കടമുണ്ടെങ്കിൽ 15 ലക്ഷം രൂപ ഇരിക്കണ വീടും പുരയിടും വിറ്റ കിട്ടുമെങ്കിൽ അതൊന്ന് കച്ചവടം ചെയ്തിട്ട് ആ പലിശങ്ങ് ക്ലോസ് ചെയ്തിട്ട് ഒരു വാടക വീട്ടിലേക്ക് മാറാൻ ഒരു ചിന്ത ആ വഴിക്ക് വേണം. മാറ്റമുണ്ടാവാനുള്ളതാണ് റമദാൻ എന്ന് പറയും. ശിർക്കും ഹറാമുകളും നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കാനുള്ള തടസ്സങ്ങളാണെങ്കിൽ, കുടുംബ ബന്ധങ്ങളിലെ കണ്ണിച്ചേർക്കലുകളിൽ വരുന്ന വീഴ്ചകൾ, കുടുംബ ബന്ധങ്ങളെ മുറിക്കലുകൾ, അത് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നിടത്തൊരു വലിയ തടസ്സമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നൽ അഅമാല ബനി ആദം, ആദം സന്തതികളുടെ കർമ്മങ്ങളെല്ലാം തുഅറദു കുല്ല ഖമീസിൻ ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം, തിങ്കളാഴ്ച ദിവസം ഉയർത്തപ്പെടും. എന്നിട്ട് റബ്ബ് അത് പരിശോധിക്കുകയും മായ്ക്കേണ്ടത് മായ്ക്കുകയും അത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഫലാ യുഖ്ബലു അമലു ഖാത്തിഇ റഹ്മിൻ, കുടുംബ ബന്ധം മുറിക്കുന്നവന്റെ കർമ്മങ്ങളെ റബ്ബ് സ്വീകരിക്കുകയില്ല. ആരുമായൊക്കെ പല പല കാരണങ്ങളിലേക്കൊന്നും ഇറങ്ങിപ്പോകേണ്ട, കുടുംബ ബന്ധങ്ങളിലെ കണ്ണിചേർക്കലിന്റെ പ്രാധാന്യത്തെ വിശദീകരിക്കേണ്ട സമയമാണ്. എവിടെയൊക്കെ രക്തബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ മുറിച്ചു നിൽക്കുന്നുണ്ടോ ആ കണ്ണി ചേർത്ത് ഞാൻ നമസ്കരിക്കുന്ന നമസ്കാരത്തെ റബ്ബ് സ്വീകരിക്കുന്നതാക്കി മാറ്റാൻ ഈ നോമ്പിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ, ഒരു ചലനം നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്.
ഓരോരുത്തരും അവനവനോട് ഇങ്ങനെ, ഞാൻ എന്നോട്, നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കേണ്ട ചോദ്യമാണ്. പാപ്പയോടുള്ള ബന്ധം, ഉമ്മയോടുള്ള ബന്ധം, അമ്മോശനോടുള്ള ബന്ധം, അമ്മായിയോടുള്ള ബന്ധം, പാപ്പ പെങ്ങന്മാരോട്, ഉമ്മ ജ്യേഷ്ഠത്തി അനുജത്തി സഹോദരിമാരോടൊക്കെ ഉള്ള ബന്ധം. സാമ്പത്തികമായ പ്രശ്നത്തിന്റെ പേരിലും വിവാഹങ്ങളുടെ പേരിലും പല പേരിലുമൊക്കെ വേർപെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക. രാത്രി ഉറക്കമിളച്ച് കച്ചവടം കഴിഞ്ഞ് കടപൂട്ടി അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാതെ പള്ളിയിലേക്ക് വന്ന് 8:30 മുതൽ 9:30, 9:45 വരെ നമസ്കരിക്കുന്ന നമസ്കാരം അത് റബ്ബ് സ്വീകരിക്കാനുള്ള പ്രധാനമായ മാനദണ്ഡങ്ങളിൽ ഒന്ന് കുടുംബ ബന്ധത്തിന്റെ കണ്ണിചേർക്കലാണ് എന്ന ഒരു തിരിച്ചറിവുണ്ടാവും. മുറിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ നോമ്പിനെയും ഈ ദാനധർമ്മങ്ങളെയും സ്വീകരിക്കാൻ എനിക്ക് വേണ്ടി, എന്റെ ബർസഖിന് വേണ്ടി, എന്റെ ഹിസാബിന് വേണ്ടി എന്ന ഒരു ചിന്തയോടുകൂടി അങ്ങോട്ട് കയറി ചെന്ന് സലാം പറഞ്ഞ് കൈപിടിച്ച് മുസാഫഹത്ത് നടത്തി ബന്ധങ്ങളെ കണ്ണു ചേർക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ്. തിരുത്തലിന്റെ സമയമാണ്. തിരുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ആത്മപരിശോധനയുടെ സമയമാണ് സഹോദരന്മാരെ. നോമ്പിനെ കുറിച്ച് വിശദീകരിച്ചിടത്ത് കഴിഞ്ഞ ഖുതുബകളിലൊക്കെ നമ്മൾ കേട്ട വചനമുണ്ട്. നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ പ്രതിഫലം നൽകുമെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പരിഗണിക്കുകയാണ് നോമ്പുകാരനെ. അള്ളാഹുവിന്റെ പരിഗണന, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു തൃപ്തി, അള്ളാഹുവിന്റെ ആളായി മാറുക, റബ്ബിന്റെ ആളാണ് ഞാൻ എന്ന് പറയാൻ ഈ കഴിഞ്ഞ നാളുകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. റബ്ബ് എന്നെ പരിഗണിക്കാൻ പര്യാപ്തമായ പ്രവർത്തനങ്ങൾ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന ഒരു ഉറപ്പ് നമുക്ക് എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? സമയം കളഞ്ഞോ? ഉറക്കം ഉറങ്ങി, രാത്രി ഉറങ്ങി, പകലും ഉറങ്ങി തീർത്തു. അമിതമായ ഭക്ഷണം കഴിച്ച് ഫറളായ നമസ്കാരങ്ങൾക്ക് പോലും സമയത്ത് പള്ളിയിലെത്താൻ കഴിയാത്ത വിധമുള്ള ദുനിയാവിൻ്റെതായ തിരക്കുകളിൽ നമ്മൾ വ്യാപൃതരായി. ആരാ അള്ളാന്റെ ആള്? അള്ളാഹ് പ്രത്യേകമായി പരിഗണിക്കുന്ന ആളുകൾ ആരാണ്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ലില്ലാഹി തആല അഹ്ലീന മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് കുറച്ച് ആളുകളുണ്ട്, അവര് അള്ളാഹുവിന്റെ ആളുകളാണ്. അവരാരാ? അഹ്ലുൽ ഖുർആൻ. അവര് ഖുർആന്റെ ആളുകൾ. ഹും അഹ്ലുല്ലാഹ്, അവര് അള്ളാഹുവിന്റെ ആളുകളാണ്. വഖാസത്തു, അള്ളാഹ്ക്ക് മാത്രം പ്രത്യേകമാക്കപ്പെട്ട വിഭാഗമാണ് റബ്ബിന്റെ ആളുകൾ. വളരെ സ്പെഷ്യൽ കൺസിഡറേഷൻ അള്ളാഹ് നൽകുന്ന ആളുകൾ, അത് അഹ്ലുൽ ഖുർആൻ. ആ ഖുർആനിനോടുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ സമീപനം എന്തായിരുന്നു സഹോദരന്മാരെ? ദീർഘമായി പാരായണം ചെയ്ത ആളുകൾ ഉണ്ടാവും സദസ്സ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. തുറക്കാത്ത ആളുകൾ ഒരല്പസമയം. അത്ഭുതം തോന്നും പൂർവികരുടെ ചരിത്രം വായിച്ച്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പരിശുദ്ധ റമദാനിൽ 60 തവണ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്തു. പണ്ഡിത ലോകത്ത് ചർച്ചയാണ്, എങ്ങനെ സാധിച്ചു? സംഭവിച്ചിട്ടുണ്ടെന്ന് ശിഷ്യന്മാർ കണ്ട ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. പല റിപ്പോർട്ടുകൾ 60 തവണ പൂർണ്ണമായി. 2 തവണ ഒരു ദിവസം പൂർണ്ണമായി ഖത്ം നടത്തിയാലേ 60 തവണ പൂർണ്ണമായിട്ട് ഒരു മാസത്തിൽ പാരായണം ചെയ്യുന്നു. 1 തവണ ഒരു മാസത്തിലൊന്ന് പൂർത്തിയാക്കണമെങ്കിൽ 1 ദിവസത്തിൽ 1 ജുസ് എങ്കിലും ഒന്ന് പാരായണം ചെയ്യും. സാധിച്ചിട്ടുണ്ടോ? തയ്യാറായിട്ടുണ്ടോ? സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടോ നമ്മൾ? അതോ ഓട്ടത്തിലായിരുന്നു, തിരക്കിലാണ്? 2 തവണ ഖുർആൻ പൂർണ്ണമായി ഒരു ദിവസം ഖത്മ നടത്തണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 18 മണിക്കൂർ, 20 മണിക്കൂർ പരമാവധി. ബാക്കി സമയം ളുഹർ നിസ്കരിക്കാനും അസ്ർ നിസ്കരിക്കാനും. അപ്പൊ ഭക്ഷണം കഴിക്കാൻ അതൊന്നോ രണ്ടോ ഈത്തപ്പഴമൊക്കെ എടുത്ത് തിന്നൊരു ഗ്ലാസ് വെള്ളം കുടിച്ച 4-5 സെക്കൻഡ് അത്ര വേണ്ടുള്ളൂ. 5 ഈത്തപ്പഴം, ഒരു 7 ഈത്തപ്പഴം, 2 ഗ്ലാസ് വെള്ളം കുടിച്ച അത്താറായി. ഹലാസ്. നോമ്പ് തുറക്കാൻ നേരത്തെ 2-3 ഈത്തപ്പഴം, 1 ഗ്ലാസ് വെള്ളം, ഒരു ജ്യൂസ് എടുത്ത് കുടിച്ച് സെക്കൻഡുകൾ കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് ദുനിയാവിന്റെ പ്രശ്നം പരിഹരിക്കുകയും അള്ളാഹുവിന്റെ
പ്രത്യേകമായ തൃപ്തി ലഭിക്കുന്ന റബ്ബിന്റെ ആളായി മാറാൻ ആ റബ്ബ് തന്ന ആയുസ്സിനെ പൂർണ്ണമായി റമദാനിന്റെ രാപ്പകലുകൾ മാറ്റിവെച്ച ഒരുപാട് പൂർവ്വസൂരികളായ സ്വഹാബത്തുൾപ്പെടെ അവിടെ നിന്ന് താഴേക്കുള്ള ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ച മഹാന്മാർ അവരുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് ആവേശം കിട്ടാൻ വേണ്ടിയാണ്. ചരിത്രത്തിൽ അത് തമസ്കരിക്കപ്പെടാതെ പോയത്, അത് രേഖകളിൽ കിടക്കുന്നത്, അത് മിമ്പറുകളിലൂടെ ആവർത്തിക്കപ്പെടുന്നത് നമുക്ക് പ്രചോദനമാകാൻ സാധിക്കണം. രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഒന്ന്, ഖുർആനിന്റെ പാരായണമാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, നമസ്കാരം മുറപ്രകാരം അതിന്റെ കൃത്യമായ അവസ്ഥയോടുകൂടി നിർവഹിക്കുന്ന ആളുകൾ, രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആളുകൾ, അവര് ഒരിക്കലും നഷ്ടം വരാത്ത ഒരു കച്ചവടത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. അവർക്കത് പ്രതീക്ഷിക്കാം. ഷോപ്പിൽ നിന്ന് അരമണിക്കൂറങ്ങ് മാറി നിന്ന് പള്ളിയിൽ വന്നിരുന്ന് 1 മണിക്കൂർ ഖുർആൻ ഓതി ഒരു ജുസ്ആൻ തിരിച്ചുപോയ 2000-3000 റുപ്യന്റെ കച്ചവടം, ആ കച്ചവടത്തെക്കാൾ ചിലപ്പോൾ ആരും കസ്റ്റമർ വന്നില്ലാന്ന് വരും, ചിലപ്പം വന്നു എന്ന് വരും, ചിലപ്പം കടം പറഞ്ഞു പോയി എന്ന് വരും. പക്ഷേ ഒരിക്കലും നഷ്ടം വരാത്ത ഒരു ഇടപാടാണ് ഖുർആനിന്റെ പാരായണം. ഖുർആനിന്റെ പാരായണം മാത്രമല്ല, 2, വഹാദാ കിതാബുൻ, ഈ ഗ്രന്ഥം അൻസലഹു മുബാറകുൻ, അത് അനുഗ്രഹപൂർണമായി ഇറക്കപ്പെട്ടതാണ്. ഫത്തബിഊഹു, ആ ഖുർആനിനെ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യണം, ആ ഖുർആനിനെ നിങ്ങൾ പിൻപറ്റണം, ആ ഖുർആനെ നിങ്ങൾ പിന്തുടരണം, ആ ഖുർആനിലെ കൽപ്പനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം, ആ ഖുർആനിലെ വിരോധനങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. എങ്ങനെ ഇപ്പൊ അത് സാധിക്കുക? അത് ആശയം പഠിച്ച് അർത്ഥം പഠിച്ചാൽ മാത്രമേ സാധിക്കൂ. എന്തൊക്കെ നേടി ജീവിതത്തില്? വീട് സ്വപ്നമായിരുന്നു, സ്വന്തമായി ഒരു വീട് സമ്പാദിച്ച ആളുകൾ എന്റെ സദസ്സിലുള്ള നല്ലൊരു ശതമാനം ആളുകൾ. കുടുംബജീവിതം, വിവാഹം കഴിച്ചു മക്കളൊക്കെ ഉണ്ട്, മക്കൾക്കൊക്കെ ഒരു സ്ഥിര വരുമാനം, ജോലിയും അവരുടെ പഠനം എല്ലാം സീറ്റിംഗ് ഒക്കെ റെഡിയാണ്. ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ ടാർഗറ്റുകള്, ലക്ഷ്യങ്ങൾ മുന്നിലേക്ക് വരിക, ഒക്കെ ഇങ്ങനെ പൂർത്തിയാക്കുക. പക്ഷേ വിശുദ്ധ ഖുർആന്റെ ഈ കൽപ്പന പാലിക്കുന്നിടത്ത് എത്രമാത്രം വിജയം കൈവരിച്ചിട്ടുണ്ട് എന്ന് അവനവനോട് ചോദിക്കേണ്ട സമയമാണിത്. നാളെ ഖബറടക്കം ചെയ്യപ്പെട്ടാൽ പ്രധാനമായ 3 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം, നിന്റെ ഇമാം ആര് എന്ന്, ഖുർആനാണ് എന്റെ ഇമാം എന്ന് മറുപടി പറയാൻ പ്രാപ്തമായ ഒരവസ്ഥയിലാണ് സഹോദരന്മാരെ ഞാനും നിങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ളത്. എത്ര പണം വീടിന്റെ ആവശ്യത്തിന് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. 25 ലക്ഷം കൊണ്ട് വീട് വെച്ച, ഒരു 50 ലക്ഷം കൊണ്ട് വീട് വെച്ച, ഒരു 1 കോടി കൊണ്ട് വീട് വെച്ച, ഒരു 3500 രൂപ കൊടുത്ത് ഇന്ന് കേരളത്തിൽ ലഭ്യമായ ഏറ്റവും ആധികാരികമെന്ന് വിശേഷിപ്പിക്കാവുന്ന മഹാനായ അമാനി മൗലവി റഹിമഹുള്ളയുടെ ഒരു ഖുർആന്റെ തഫ്സീർ, പൂർണ്ണമായ തഫ്സീർ, അത് വാങ്ങാൻ നമ്മൾ പണം ചെലവഴിച്ചിട്ടുണ്ടോ? നമ്മളോട് ചോദിക്കണ്ട. മക്കളുടെ MBBS പഠനത്തിന്, ബിഫാമിന്റെ പഠനത്തിന് 25 ലക്ഷം 50 ലക്ഷം ഒക്കെ കെട്ടിവെച്ച് ഹോസ്റ്റലിൽ താമസം, എത്ര പണം ദുനിയാവിന് വേണ്ടി നമ്മൾ എത്ര പണം ചെലവഴിക്കും? ആ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹയുടെ സമ്പൂർണമായ ആശയം ഗ്രഹിക്കാൻ ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ടോ? റമദാൻ, ഖുർആനിന്റെ മാസമായ റമദാനിൽ അതിനു വേണ്ടി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എന്ത് നേടിതാണെന്ന് തന്നോട് ചോദിക്കേണ്ട ചോദ്യമാണ്. സമയത്തിലാണ് നമ്മളുള്ളത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും സുപ്രധാനമായ സൂറത്തുൽ മുഅമ്മിനാത്ത്, സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസ്, അത് ജീവിതത്തിൽ പാരായണം ചെയ്യപ്പെടേണ്ട പ്രത്യേകമായ സന്ദർഭങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ സമയങ്ങൾ നമുക്കറിയുമോ? ഖുർആനുമായി ബന്ധപ്പെട്ട് ലളിതമായ ഒരു 10 ചോദ്യം, ആ 10 ചോദ്യം നമ്മളോടൊന്ന് ചോദിക്കാം. എവിടെ നിൽക്കുന്നു ഞാനും ഖുർആനും? ആ ഖുർആനിന്റെ വചനം കേട്ടപ്പോൾ മദ്യപാനികൾ വായയിലേക്ക് കൈയിട്ട് ഛർദ്ദിച്ച് ആ ആശയത്തെ ശുദ്ധീകരിച്ച പൂർവികർ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹുവെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും
സ്വർഗത്തെ സംബന്ധിച്ച് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അവര് ഈമാനോട് കൂടിയാണ് നോമ്പെടുത്തിരുന്നത്. അവര് ഇഹ്തിസാബോട് കൂടിയാണ് നോമ്പെടുത്തിരുന്നത്. കേവല പാരായണത്തിൽ ഒതുക്കാതെ അതിനെ പിൻപറ്റണമെന്ന്, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ മാർഗദർശനമായി കൊണ്ടു നടക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ട ആ ഖുർആനും ഞാനും എവിടെ നിൽക്കുന്നുവെന്ന് ഈ ഒരു 6 ദിവസം കൊണ്ട് എന്തെങ്കിലും ഒരു ചലനം, ഒരിളക്കം ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെ ഓരോ മേഖലകളിലേക്കായി ഒന്നിങ്ങനെ ഇറങ്ങിപ്പോയി. ഹറാമുകളിൽ നിന്ന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നിടത്ത്, ഖുർആനിന്റെ പാരായണം ചെയ്യപ്പെടുന്നിടത്ത് ഒന്നിങ്ങനെ ഒരു ആത്മവിചാരണ നടത്തി മുന്നേറണം എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ, ഈ പരിശുദ്ധ റമദാനിന്റെ പവിത്രമായ ഈ പകലിൽ വളരെ ഗൗരവത്തോടുകൂടി എനിക്ക് നിങ്ങളോട് വസിയത്ത് ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ദിവസങ്ങൾ മുൻപിലുണ്ട്. റോഹനെ പിടിച്ചിട്ടില്ല, രോഗബാധിതനായി വീണു പോയിട്ടില്ല, സമയമുണ്ട്, മാറ്റത്തിന് സമയമുണ്ട്. അതുകൊണ്ട് മാറാനൊരുങ്ങുക. സ്വയം ആര് മാറാൻ സന്നദ്ധനാകുന്നുവോ അവന് മാത്രമേ ജീവിതത്തിൽ മാറ്റം. എന്റെ വാപ്പ വിചാരിച്ചു, എന്റെ ഭാര്യ വിചാരിച്ചു, ഞാൻ മാറും. ഞാൻ വിചാരിച്ചാൽ എന്റെ മക്കളൊന്നും മാറ്റാൻ കഴിയും. അവർക്ക് തോന്നണം, തോന്നാൻ ആവശ്യമായ ഉപദേശങ്ങൾ നൽകും. തോന്നലുണ്ടാകാൻ, മനസ്സിനെ പരിവർത്തിക്കാൻ ആവശ്യമായ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, കൽപ്പനകളൊക്കെ. പക്ഷെ മാറണമെങ്കിൽ ഞാൻ തന്നെ മാറും. നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ തന്നെ മാറും. അതുകൊണ്ട് അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടാവാം, സമയം പാഴാക്കി കളഞ്ഞിട്ടുണ്ടാകാം. റബ്ബിനോട് തുറന്ന് പറയാം, അതിന് പറ്റുന്ന സമയം. അബദ്ധങ്ങളിൽ നിന്ന് ചിന്തിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുക. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ والصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه وأمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين. أيها الناس أوصيكم إياي ثانيا بالتقوى. സഹോദരന്മാർ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും കഴിഞ്ഞ ഖുതുബകളിൽ സൂചിപ്പിച്ചു. പരിശുദ്ധ റമദാൻ പൂർവികരെ സംബന്ധിച്ചിടത്തോളം ജിഹാദിന്റെ ഖിതാൽ ഉൾപ്പെടുന്ന ജിഹാദിന്റെ കാലഘട്ടം. ബദർ അത് റമദാനിലാണ് സംഭവിച്ചത്. ഖന്ദഖ് ഇതിന്റെ പ്രാരംഭ നടപടികളെല്ലാം റമദാനിലായിരുന്നു. തബൂഖിലേക്കുള്ള ദീർഘമായ പ്രയാസമേറിയ യാത്ര അത് റമദാനിലായിരുന്നു. മക്ക ഫതഹിനു വേണ്ടിയുള്ള മദീനയിൽ നിന്ന് മക്കായിലേക്കുള്ള യാത്ര അത് റമദാനിലാണ്. നമ്മുടെ മുൻപിൽ ശരീരം കൊണ്ടുള്ള ഖിതാൽ ഉൾപ്പെടുന്ന യുദ്ധത്തിനുള്ള, ജിഹാദിനുള്ള അവസരം ഇല്ല. അധ്യായം അടയപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പോഴില്ല. ഇസ്ലാമിൽ അതിൻ്റെതായ ശുറൂത്തുകൾ, നിബന്ധനകളുണ്ട്. ത്യാഗപൂർണമായ ഒരു ജീവിത കാലഘട്ടമായിരുന്നു പ്രവാചകനും സഹാബത്തിനും പൂർവികർക്കും റമദാൻ എങ്കിൽ ഇന്ന് ഒരു ജിഹാദി മൈൻഡ് റമദാനിന്റെ സമയത്ത് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ, നമുക്ക് അവസരമുള്ള മേഖലകളിൽ ശക്തമായ പരിശ്രമങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ത്യാഗ മനോഭാവം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത്. നമസ്കാരം അതൊരു മണിക്കൂർ, ഇശാ ജമാഅത്തും തറാവീഹും കൂടി 1 മണിക്കൂർ, അതൊരു 5 മിനിറ്റ് അങ്ങോട്ട് ദീർഘിക്കുമ്പോഴേക്ക് മുരളില് അപ്പുറത്തുനിന്ന് ഒരാൾ മുരണ്ട്, അപ്പുറത്ത് വേറൊരാൾ മുരണ്ട്, പിന്നെ ഇങ്ങനെ ഗിറി എന്ന് പറഞ്ഞു സമൂഹത്തിൽ വിത്തനകൾ ഉണ്ടാക്കി.
ഒരു അരമണിക്കൂർ ഇമാമിന് നീട്ടി ഓദ്യം നിസ്കരിക്കുന്ന തോന്നിയാൽ അതിന്റെ പിന്നിൽ നിന്നു കൊടുക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണോ നമ്മളൊക്കെ ഉള്ളത്? നമ്മളോട് ചോദിക്കേണ്ടത്. നമ്മുടെ റസൂലുള്ളാഹ് റമദാനിന്റെ അവസര സന്ദർഭത്തിലുണ്ടായിരുന്ന ഒരു ജിഹാദിന്റെ മൈൻഡ്, ഞാൻ ജിഹാദിന്റെ മൈൻഡ് എന്ന് പറയുമ്പോൾ വാളെടുത്ത് യുദ്ധം ചെയ്ത് തെറ്റിദ്ധരിച്ചു കൊണ്ട ശക്തമായ ത്യാഗ പരിശ്രമത്തിന്റെ മാനസികാവസ്ഥ, എന്തും നേരിടാൻ പ്രവാചകന്റെ കഠിനാധ്വാനം കണ്ടാൽ പ്രവാചകൻ അങ്ങനെയൊക്കെ സാധിക്കുമോ, കഴിയോ ഇങ്ങനെയൊക്കെ നിസ്കരിക്കാൻ എന്ന് മറ്റുള്ളവർക്ക് തോന്നുമാറുള്ള പ്രവർത്തനായിരുന്നു. ചെലവഴിക്കലുകൾ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ദാനധർമ്മത്തിന്റെ മേഖലയിൽ ഒരു കൊടുങ്കാറ്റായി അടിച്ച് നഷ്ടമനുഭവിക്കാൻ 10,000, 15,000, 20,000 മാസ വരുമാനം ഉണ്ടെങ്കിൽ ഒരു പകുതി അത്രയും അടുത്ത മാസത്തെ ശമ്പളം വരുമ്പോ ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് ശരിയാക്കും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കൂലി അടുത്ത മാസം കിട്ടൂല, അല്ലാഹു തരും. ഇഹ്തിസാബ്, റബ്ബിങ്കിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ച് അവൻ സിയാദത്ത് തരും, അവൻ ഖൈർ തരും, അവൻ ബറക്കത്ത് തരും, ചെലവൊക്കെ ചുരുക്കാനുള്ള മാർഗങ്ങളൊക്കെ റബ്ബ് തുറന്നു തരും എന്നിങ്ങനെ ചിന്തിച്ചിട്ട് സമൂഹത്തിൽ ഒന്ന് ഇടപെടാൻ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോ ളുഹർ നിസ്കരിക്കുമ്പോൾ ആളുകൾ ബക്കറ്റും പിടിച്ചിങ്ങനെ നിൽക്കുക. അതിനോട് പോസിറ്റീവും അതിനോട് നെഗറ്റീവും ഏത് തരത്തിലൊരു മനസ്സാണ് നമുക്ക് ഉണ്ടായിരുന്നു? ഉള്ള 10 രൂപ എടുത്ത്, ഉള്ള 100 രൂപ എടുത്ത് അതിനെ അകത്തേക്ക് വിസ്മീൻ ചൊല്ലി ആരും കാണാതെ ചുരുട്ടി നിക്ഷേപിക്കാൻ സാധിച്ചിട്ടുണ്ട്. പള്ളിക്കൽക്ക് നിസ്കരിക്കാനും കൂടി വരാൻ പറ്റാത്ത പോലെ എപ്പോഴും പിരിവ, അങ്ങനെ ഒരു ചിന്ത കയറിയിട്ടുണ്ടാവും. ഏത് ചിന്തയിലാ ഏത് മനസ്സിലാ നമ്മളുള്ളത്? അത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത്. 5 നേരവും പിരിച്ചുകൊണ്ടിരിക്കണം. പള്ളിയുടെ ആവശ്യത്തിനും മദ്രസന്റെ ആവശ്യത്തിനും എത്തീങ്ങാന്റെ ആവശ്യത്തിനും അറബി കോളേജിന്റെ ആവശ്യത്തിനും സമൂഹത്തിലെ വിധവകളുടെ പ്രശ്നത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും. കാരണം അത് സ്വർഗത്ത് പോകാനുള്ള ഒരു എളുപ്പ വഴിയാ, നമുക്ക് ചെലവഴിക്കാനുള്ള ഒരു മാർഗം തുറന്നു തരല, നമ്മെ ഒരു പരീക്ഷണം കൂടിയാ. എവിടെയാണ് ഇവ നിൽക്കുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യാനുള്ള അവസ്ഥ. അതുകൊണ്ട് റമദാൻ ജിഹാദിന്റെ മാസം, ശരീരം കൊണ്ടുള്ള ഒരു ജിഹാദാണ് നോമ്പെടുക്കുക എന്നത്. ശരീരം കൊണ്ടുള്ള ഒരു ജിഹാദാണ് പകല് മുഴുവൻ ജോലിയെടുത്ത് നോമ്പ് തുറന്ന് ക്ഷീണിച്ച അവസ്ഥയിൽ 1 മണിക്കൂർ നമസ്കാരം നിർവഹിക്കൽ, അതൊരു ജിഹാദ് തന്നെയാണ്. അത് കേവലം അവിടെ മാത്രം തനിക്കിഷ്ടമുള്ളയിടത്ത് മാത്രം പരിമിതപ്പെടുത്തലും ആ ചെയ്യുന്നിടത്ത് മനസ്സിൽ മുറുമുറുപ്പുണ്ടായി നിർവഹിക്കലും അല്ല ജിഹാദിന്റെ മാനസികാവസ്ഥ. ഈമാനും ഇഹ്തിസാബോടും കൂടി എന്തിനേയും നേരിട പരലോകം മതി, ആഖിറം മതി, സ്വർഗം മതി, അതിന്റെ മുമ്പിലുള്ളതെല്ലാം നിസ്സാരമാണെന്ന് ഗണിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായ മുന്നേറ്റത്തിന് സാധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ? ഇല്ലെങ്കിൽ മാറാൻ ഇനിയും അവസരമുണ്ട്. ചെലവഴിക്കാൻ മുൻപിൽ അവസരങ്ങളുണ്ട്. ആളുകൾ ഇങ്ങനെ മുമ്പിലേക്ക് വരും. ളുഹറിനും അസറിനും മഗ്‌രിബിനൊക്കെ കൈ നീട്ടി വരും. നമുക്കറിയാവുന്ന ഇവിടുത്തെ കൈ നീട്ടലൊന്നും അല്ലാതെ നമ്മളറിയുന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ട്. അവിടെ ഒരു ജിഹാദ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ശക്തമായ ഒരു വിചാരണ പൂർത്തിയാക്കി തിരുത്തേണ്ടത് മുഴുവൻ തിരുത്തി ശക്തമായി കുതിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട രാപ്പകലുകളാണ് വരാനിരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അബദ്ധങ്ങളെ പൂർണ്ണമായി അല്ലാഹു മാപ്പാക്കി തരുമാറാവട്ടെ. ജീവിതത്തിൽ കഴിഞ്ഞുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. അവന്റെ ഉന്നതമായ സ്വർഗ്ഗലോകത്ത് അവൻ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നു. ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. എല്ലാവരും അനുഭവിക്കുന്ന എല്ലാതര പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു എല്ലാവർക്കും മുക്തി നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മുമ്പ് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹുവിന്റെ വിശാലമായ ഫضل കൊണ്ട് അവൻ പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. അവന്റെ സ്വർഗ്ഗലോകത്ത് അവരെയും നമ്മയും അവൻ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ബർസഖി ജീവിതത്തെ ഹിസാബിനെ അല്ലാഹു നമുക്ക് എല്ലാവർക്കും എളുപ്പമാക്കി തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ادخل الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين.